തൊട്ട മഞ്ഞക്കഥയിലേക്ക് വരാനല്ല എന്നത് ഞാൻ ആവർത്തിച്ച് പറയാണ്. എനിക്കറിയേണ്ടത് അന്ന് രാത്രി റിഫക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ സഫക്ക് അറിയുമോ അറിയില്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അന്ന് രാത്രി റിഫ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായി അവരോടൊപ്പം നല്ല ഹാപ്പിയായി ഭക്ഷണം കഴിച്ച് സന്തോഷവതിയായി മെഹനാസുള്ള മുറിക്കകത്തേക്ക് എത്തുന്നു. താഴെ നിന്ന് മെഹനാസിനെ കോണ്ടാക്ട് ചെയ്യുന്നു, മെഹനാസിനെ വിളിക്കുന്നു, റൂമിലേക്ക് കയറുന്ന റിഫ. അതുവരെ റിഫ സന്തോഷവതിയായിരുന്നു. ഈ മെഹനാസിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ, ഞാൻ അറിഞ്ഞപ്പോൾ മെഹനാസ് നല്ല പോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. അതായത് നോർമൽ ലഹരിയല്ല, മറിച്ച് ലഹരി കച്ചവടമടക്കം നടത്തിയിരുന്ന കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള കച്ചവടങ്ങളിൽ ഇൻവോൾവ് ആയിരുന്ന ഒരാളാണ് മെഹനാസ്. ഇപ്പോൾ ലഹരിയുമായിട്ട് കൃത്യമായി നിൽക്കുന്ന ഒരാൾ, അയാൾ ലഹരി ഉപയോഗിക്കാറില്ലേ രാത്രി കാലങ്ങളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയും. രാത്രി ഈ സമയങ്ങളിൽ നമ്മൾ മാറി മാറിയാ കിടക്കാറ്. ഞാനും കുട്ടി ഒറ്റക്ക് റൂമിൽ. മേനു ഇപ്പോൾ ഊബർ ഓടിച്ച് രാത്രി വരുന്നുണ്ടെങ്കിൽ തന്നെ മേനു ഹോളിലാണ് കിടക്കാറ്. കാരണം കുട്ടി എണീക്കും, മേനു രാത്രി ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ എണീക്കണോണ്ട് ഞങ്ങൾ മാറി മാറിയാ കിടക്കാറ്. അതുകൊണ്ട് രാത്രിയത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഫോണിൽ നോക്കിയിരിക്കാറുണ്ട് ഒരു സമയം വരെ. നല്ല ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങാറ് സത്യം പറയും. ഇയാളെ ലഹരി ഉപയോഗിക്കും. കള്ളു കുടിക്കാറുണ്ടോ മെഹനാസ്? കുടിക്കാറുണ്ടോ വെച്ചാൽ കുടിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും ടെൻഷൻ വരുമ്പോൾ. അപ്പം ഇടയ്ക്ക് ഞാൻ സമ്മതിക്കും, ഓക്കെ കുഴപ്പമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ചോദിക്കാതെ എങ്ങനെ ചെയ്യുന്നതാണ് അർത്ഥം? കുറെ കുടിക്കുമോ ആള്? ഈ ടോയ്ലറ്റിലൊക്കെ ഒളിപ്പിച്ച് വെക്കും. അപ്പൊ മീൻസ് ഒരു ഈ കുപ്പിയില്ലേ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ, ആ ഒരു സാധനത്തിൽ ഉണ്ടാവാറുണ്ട് മിക്കപ്പോഴും ആ ഒരു കുപ്പി. ഞാനപ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ആക്കുമ്പോൾ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു വിടുമ്പോഴാണ് ഈ ബാക്കിൽ കൂടെ മീൻസ് കുപ്പി ഒലിച്ചു പോകും. അപ്പോഴാണ് ഞാൻ സംഭവം കാണുന്നത്. പക്ഷെ ഈ ഇടയായിട്ട് ഞാനത് കണ്ടാലും ഞാൻ മിണ്ടാറില്ല. മീൻസ് അതെനിക്കിപ്പോൾ ശീലമായിപ്പോയി. ഒരുപാട് ഞാൻ അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ടാ. ഇപ്പം ഞാൻ മാനുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും അവിടെ നിന്ന് കുടിക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗർഭിണിയായപ്പോൾ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്മെല്ല് പറ്റുന്നില്ല എന്ന്. പക്ഷെ അപ്പോഴൊക്കെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അത് കണ്ടാലും ഞാൻ വിടാറാണ്. എന്തെങ്കിലും ചെയ്തോട്ടെ, എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള ഒരു ഇതിലായിപ്പോയി ഞാൻ കുറേ ശേഷം. കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് അയാൾ? ഉപയോഗിക്കാറുണ്ട്. എനിക്ക് സത്യം പറയും ഈ ഒരു ഐറ്റംസ് അറിയില്ല. ഈ കൂൾ ഉപയോഗിക്കും. അത് തന്നെ ഞാൻ മാരേജ് കഴിഞ്ഞ് കുറച്ച് നാളായപ്പോഴാണ് മാൻ യൂസ് ആക്കുന്നുണ്ടെന്ന് കാണും തന്നെ. ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ഇതിനെ വേറൊരു പേരിലാണ് യൂസ് ചെയ്യാറ്. ആരെങ്കിലും വിളിക്കുമ്പോഴൊക്കെ ഇതുണ്ടോ എന്ന് ചോദിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവങ്ങൾ അറിയില്ല. കുറച്ച് പൊടി പോലെ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ചീത്ത പറയാറ്. ഒരു വട്ടം ഞാൻ ഇതുപോലെ എന്തോ കണ്ടിട്ട് ഞാൻ കളഞ്ഞു. ഞാൻ ഒരു പൊടി, ഒരു ആഷ് കളറ് കുറച്ച് മീൻസ് ഈ പൊടിച്ചിടണ ഒരു ഇല